ക്വിസ് ആൻഡ് ഫാക്ട്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ജൂൺ 19 വായനാ ദിനവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ സ്കൂളുകളിലും ക്ലബ്ബുകളിലും ചോദിക്കുന്ന പ്രധാനപ്പെട്ട ക്വിസ് മത്സരങ്ങളിലെ ചോദ്യങ്ങൾ ചർച്ച ചെയ്യുന്ന വീഡിയോ ആണ്. നമുക്ക് ഉടൻ തന്നെ വീഡിയോയിലേക്ക് കടക്കാം. വായനാ ദിനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓൾറെഡി 4 വീഡിയോസ് അപ്ലോഡ് ചെയ്തു കഴിഞ്ഞു. അതിലെല്ലാം നമ്മൾ വായനാ ദിനവുമായി ബന്ധപ്പെട്ട ബേസിക് ആയ കാര്യങ്ങൾ ഉൾപ്പെടെ, അതായത് PN പണിക്കരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും മലയാളത്തിലെ പ്രധാന കൃതികളും അവാർഡുകളെയും പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതിൽ ഉൾപ്പെടുത്താത്ത ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉള്ളത്. നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ വെറുതെ ചോദ്യവും ഉത്തരവും മാത്രം പറഞ്ഞു പോവുകയല്ല, ഓരോ ചോദ്യത്തിന്റെ കൂടെ കുറച്ച് അധിക വിവരങ്ങൾ കൂടി നിങ്ങൾക്ക് നൽകുന്നുണ്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് പലപ്പോഴും ക്വിസ് മത്സരങ്ങളിൽ എടുത്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൂടി നിങ്ങൾ പഠിച്ചിരിക്കുക. നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് നമ്മുടെ മറ്റെല്ലാ വീഡിയോസിലും ഉണ്ടാവുന്നത് പോലെയുള്ള ബോണസ് ക്വസ്റ്റ്യൻ ഈ വീഡിയോയുടെ അവസാനവും നൽകിയിട്ടുണ്ട്. എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ട് ബോണസ് ക്വസ്റ്റ്യന്റെ ഉത്തരം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബോണസ് ക്വസ്റ്റ്യന്റെ വിജയികളെ നമ്മൾ അടുത്ത വീഡിയോയിൽ പ്രഖ്യാപിക്കുന്നതാണ്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യന്റെ വിന്നേഴ്സിനെ ഈ വീഡിയോയുടെ അവസാനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നേരെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: കേരള വ്യാസൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? ഉത്തരം കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. അതായത് കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ അറിയപ്പെടുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ, മഹാഭാരതം വെറും 874 ദിവസം കൊണ്ട് പൂർണ്ണമായി മലയാളത്തിലേക്ക് ഇദ്ദേഹം തർജ്ജിമ ചെയ്യുകയുണ്ടായി. അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ നമ്മൾ കേരള വ്യാസൻ എന്ന് വിളിക്കുന്നത്. കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. രണ്ടാമത്തെ ചോദ്യം: കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യ മലയാളി വനിതാ എഴുത്തുകാരി ആരാണ്? ഉത്തരം ബാലാമണി അമ്മ. അതായത് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടുന്ന ആദ്യത്തെ മലയാളി വനിതയാണ് ബാലാമണി അമ്മ. 1965 മുത്തശ്ശി എന്ന കവിതാ സമാഹാരത്തിനാണ് അമ്മ കവയത്രി എന്നറിയപ്പെടുന്ന ബാലാമണി അമ്മയ്ക്ക് ഈ പുരസ്കാരം ലഭിച്ചത്. ഇതിൽ നമ്മൾ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. അമ്മ കവയത്രി എന്നറിയപ്പെടുന്നത് ആരാണ് എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഉത്തരം എന്താണ്? ബാലാമണി അമ്മ. അവരുടെ മുത്തശ്ശി എന്ന കൃതിക്കാണ്, മുത്തശ്ശി എന്ന കവിതാ സമാഹാരത്തിനാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയത് എന്ന് കൂടി ഓർത്തിരിക്കുക. മൂന്നാമത്തെ ചോദ്യം: വയലാർ അവാർഡ് ആദ്യമായി ലഭിച്ചത് ആർക്കാണ്? ഉത്തരം ലളിതാംബിക അന്തർജനം. വയലാർ അവാർഡ് ആദ്യമായി ലഭിച്ചത് ലളിതാംബിക അന്തർജനത്തിനാണ്. 1977 അവരുടെ പ്രശസ്ത നോവലായ അഗ്നിസാക്ഷിക്കാണ് ആദ്യമായി വയലാർ രാമവർമ്മ സ്മാരക സാഹിത്യ അവാർഡ് ലഭിക്കുന്നത്. കൃതി മറന്നു പോകരുത്, അഗ്നിസാക്ഷി എന്നാണ്. വർഷം ഒരിക്കലും മറക്കരുത്. ആദ്യത്തെ വയലാർ അവാർഡ് കൊടുത്ത വർഷമൊക്കെ ചോദിക്കുന്നതാണ്. ഉത്തരം 1977. ആർക്കാണ് അവാർഡ് ലഭിച്ചത്? ലളിതാംബിക അന്തർജനം. നാലാമത്തെ ചോദ്യം വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ബുക്കർ സമ്മാനത്തിന് അർഹയായ ആദ്യത്തെ മലയാളി വനിത ആരാണ്? ഉത്തരം അരുന്ധതി റോയ്. ബുക്കർ സമ്മാനത്തിന് അർഹയായ ആദ്യത്തെ മലയാളി വനിതയാണ് അരുന്ധതി റോയ്. അവരുടെ ഏത് കൃതിയാണെന്നും വർഷവും ഓർത്തിരിക്കുക. 1997 ആദ്യമായി ഒരു മലയാളി വനിതയ്ക്ക് ബുക്കർ സമ്മാനം ലഭിക്കുന്നത്. അത് അരുന്ധതി റോയ് ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അവരുടെ ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന ഇംഗ്ലീഷ് നോവലിനാണ് ഈ ഒരു ബുക്കർ സമ്മാനം ലഭിച്ചത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണിത്. ചോദ്യം നമ്പർ 5: രണ്ടാമൂഴം എന്ന നോവൽ ആരുടെ കാഴ്ചപ്പാടിലൂടെയാണ് മഹാഭാരത കഥ പറയുന്നത്? ഉത്തരം ഭീമന്റെ കാഴ്ചപ്പാടിലൂടെ. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണിത്. രണ്ടാമൂഴം എന്ന നോവൽ ആരുടെ കാഴ്ചപ്പാടിലൂടെയാണ് മഹാഭാരത കഥ പറഞ്ഞു പോകുന്നത്? ഉത്തരം ഭീമന്റെ കാഴ്ചപ്പാടിലൂടെ എന്നാണ്. അതോടൊപ്പം തന്നെ ആരാണ് രണ്ടാമൂഴം എന്ന നോവൽ രചിച്ചത് ആരാണെന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു അറിവാണ്. MT വാസുദേവൻ നായരാണ് രണ്ടാമൂഴം എന്ന നോവൽ രചിച്ചിരിക്കുന്നത്. എപ്പോഴും രണ്ടാമനായി പോകുന്ന ഭീമന്റെ മാനസിക സംഘർഷങ്ങളെയും മനുഷ്യ സഹജമായ വികാരങ്ങളെയും ചർച്ച ചെയ്യുന്ന MTയുടെ മാസ്റ്റർ പീസ് ആണ് ഈ ഒരു രണ്ടാമൂഴം എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ആറാമത്തെ ചോദ്യം: കേരള പാണിനി എന്നറിയപ്പെടുന്ന ഭാഷാശാസ്ത്രജ്ഞൻ ആരാണ്?
ഉത്തരം AR രാജവർമ്മ. കേരള പാണിനി എന്നറിയപ്പെടുന്നത് AR രാജവർമ്മയാണ്. കേരള പാണിനീയം എന്ന ഗ്രന്ഥം രചിച്ചതിനാലാണ് ഇദ്ദേഹം കേരള പാണിനി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഉത്തരം AR രാജവർമ്മ. ഏഴാമത്തെ ചോദ്യം, മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത ചെറുകഥ ഏതാണ്? ഉത്തരം വാസനാവികൃതി. അതായത് മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത ചെറുകഥ എന്നറിയപ്പെടുന്നത് വാസനാവികൃതി എന്ന ചെറുകഥയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണിത്. ആരാണ് ഈ ഒരു വാസനാവികൃതി എന്ന ചെറുകഥ രചിച്ചത് എന്നതും ഇമ്പോർട്ടൻ്റ് ആണ്. വേങ്ങയിൽ കുഞ്ഞിരാമൻ നായരാണ് വാസനാവികൃതി എന്ന ചെറുകഥ രചിച്ചിരിക്കുന്നത്. 1891 വിദ്യാവിനോദിനി മാസികയിലൂടെയാണ് ഇത് ആദ്യമായി പ്രസിദ്ധീകരിക്കുന്നത്. ഒരു കള്ളന്റെ കഥ പറയുന്ന ഇതിലൂടെയാണ് മലയാളത്തിൽ ചെറുകഥാ സാഹിത്യം ആരംഭിക്കുന്നത്. ചോദ്യം നമ്പർ 8, മലയാളത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പ്രണയ നോവൽ ഏതാണ്? ഉത്തരം ബാല്യകാല സഖി എന്ന നോവലാണ്. രചിച്ചിരിക്കുന്നത് ആരാണെന്ന് വീണ്ടും പറയേണ്ട ആവശ്യമില്ല, വൈക്കം മുഹമ്മദ് ബഷീർ. മജീദിന്റെയും സുഹറയുടെയും തീക്ഷ്ണമായ പ്രണയകഥ പറയുന്ന ഈ നോവൽ 18 ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട് എന്നുകൂടി ഓർത്തിരിക്കുക. ചോദ്യം ഇതാണ്, മലയാളത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പ്രണയ നോവൽ ഏത്? ഉത്തരം ബാല്യകാല സഖി. ഒൻപതാമത്തെ ചോദ്യം, കേരളത്തിന്റെ കാളിദാസൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? ഉത്തരം കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ. കേരളത്തിന്റെ കാളിദാസൻ എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. കാളിദാസന്റെ അഭിജ്ഞാന ശാകുന്തളം ആദ്യമായി മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തതിനാലാണ് അദ്ദേഹത്തിന് ഈ ഒരു ബഹുമതി ലഭിച്ചത്. എന്താണ് ആ ബഹുമതി? കേരളത്തിന്റെ കാളിദാസൻ എന്ന ബഹുമതിയാണ് ലഭിച്ചത്. ആർക്കാണ്? കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണിത്. 10ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. 10ാമത്തെ ചോദ്യം ഇതാണ്, വയലാർ അവാർഡ് നേടിയ ആദ്യത്തെ പുരുഷ സാഹിത്യകാരൻ ആരാണ്? ആദ്യത്തെ വയലാർ അവാർഡ് 1977 നൽകിയ കാര്യവും അത് ലളിതാംബിക അന്തർജനത്തിന് കിട്ടിയ കാര്യവും നമ്മൾ പറഞ്ഞിരുന്നു. വയലാർ അവാർഡ് നേടിയ ആദ്യത്തെ പുരുഷ സാഹിത്യകാരനെ പറ്റിയാണ് ഈ ചോദ്യം. ഉത്തരം PK ബാലകൃഷ്ണനാണ്. 1978 അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന നോവലിനാണ് രണ്ടാമത്തെ വയലാർ അവാർഡ് ലഭിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഉത്തരം PK ബാലകൃഷ്ണൻ. വയലാർ അവാർഡ് കിട്ടിയ വർഷം 1978. 11ാമത്തെ ചോദ്യം, പ്രശസ്ത പരിസ്ഥിതി കവിതയായ മരക്കവിതകൾ അല്ലെങ്കിൽ ഒരു തൈ നടാം എന്ന് തുടങ്ങുന്ന വരികൾ ആരുടേതാണ്? എല്ലാ ക്വിസ് മത്സരങ്ങളിലും ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണിത്. ഒന്നെങ്കിൽ മരക്കവിതകൾ എന്ന കവിത രചിച്ചത് ആരാണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഒരു തൈ നടാം എന്ന് തുടങ്ങുന്ന വരികൾ ആരുടേതാണെന്ന് ചോദിക്കാം. രണ്ടിന്റെയും ഉത്തരം സുഗതകുമാരിയാണ്. സുഗതകുമാരിയുടെ വരികളാണിത്. പ്രകൃതി സംരക്ഷണത്തിനും സൈലന്റ് വാലി പ്രക്ഷോഭങ്ങൾക്കും മുൻകൈ എടുത്ത കവിയത്രിയാണ് സുഗതകുമാരി. പരിസ്ഥിതി ബോധമുള്ള ഒരു തലമുറയെ വളർത്താൻ ഈ വരികൾ സഹായിച്ചു എന്നും കൂടി നമുക്ക് പറയാൻ സാധിക്കും. ഒരു തൈ നടാം എന്ന് തുടങ്ങുന്ന വരികൾ സുഗതകുമാരിയുടേതാണെന്ന് നിങ്ങൾ ഇപ്പോൾ തന്നെ ഓർത്തിരിക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണിത്. ചോദ്യം നമ്പർ 12, മലയാളത്തിൽ ഇതുവരെ എത്ര പേർക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്? ഉത്തരം 6. അതായത് ഇതുവരെ 6 മലയാളികൾക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. 6 പേരുടെയും പേരുകൾ കൂടി ഞാനിവിടെ പറയാം. G ശങ്കരക്കുറുപ്പാണ് ആദ്യമായി ഈ ഒരു ജ്ഞാനപീഠ പുരസ്കാരം നേടുന്നത്. 1965 അതിനുശേഷം 1980 SK പൊറ്റക്കാട്, 1984 തകഴി ശിവശങ്കര പിള്ള, 1995 MT വാസുദേവൻ നായർ, 2007 ONV കുറുപ്പ്, 2019 അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ഈ 6 പേർക്കാണ് ഇതുവരെ മലയാളത്തിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. ചോദ്യം നമ്പർ 13, ONV കുറുപ്പിന്റെ ഏത് കൃതിക്കാണ് അദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്? ഇത് കുറച്ച് ട്രിക്കി ആയിട്ടുള്ള ചോദ്യമാണ്. ONV കുറുപ്പിന്
ഒരു കൃതിക്ക്, അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേക കൃതിക്കല്ല അദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. അദ്ദേഹത്തിന്റെ മലയാള സാഹിത്യത്തിന് വേണ്ടിയുള്ളതും മലയാള ഭാഷയ്ക്കും ഉള്ള അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ ആയിട്ട് ആ ഒരു ആദരസൂചകമായിട്ടാണ് ONV കുറുപ്പിന് 2007 ജ്ഞാനപീഠ പുരസ്കാരം കൊടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേക കൃതിക്കല്ല എന്ന് ഓർത്തിരിക്കുക. ഇത് പലപ്പോഴും ഇതുപോലെയുള്ള ക്വിസ് മത്സരങ്ങളിൽ ചോദിക്കാറുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു അറിവാണിത്, ഓർത്തിരിക്കുക. അതോടൊപ്പം അഡീഷണൽ ഇൻഫർമേഷൻ പോലെ പറയാം, ജി ശങ്കരക്കുറുപ്പിന്റെ ഓടക്കുഴൽ എന്ന കൃതിക്കാണ് ഈ ഒരു അവാർഡ് ലഭിച്ചത്. SK പൊറ്റക്കാടിന്റെ ഒരു ദേശത്തിന്റെ കഥ എന്ന നോവലിനാണ്. അതുപോലെ തന്നെ തകഴി ശിവശങ്കര പിള്ളയുടെ കയർ എന്ന നോവലിനും കൂടിയാണ് ജ്ഞാനപീഠ പുരസ്കാരങ്ങൾ ലഭിച്ചിരിക്കുന്നത്. MT വാസുദേവൻ നായരെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞ രണ്ടാം ഊഴം അതുപോലെ തന്നെ കാലം എന്നീ മാസ്റ്റർ പീസുകൾക്കാണ് ഈ ഒരു ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. ചോദ്യം നമ്പർ 14, അതായത് മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഹാസ്യ നോവൽ ഏതാണ്? കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണിത്. പരങ്ങോടി പരിണയം എന്നാണ് ഇതിന്റെ ഉത്തരം. അതായത് മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഹാസ്യ നോവൽ പരങ്ങോടി പരിണയം എന്ന നോവലാണ്. ഇത് രചിച്ചിരിക്കുന്നത് കിഴക്കേപ്പാട്ട് രാമൻ മേനോനാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ക്വിസ് ആൻഡ് ഫാക്സിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിനെ പരിചയപ്പെടുത്തുകയാണ്. വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഈ ഒരു ലിങ്ക് ഉപയോഗിച്ച് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് PDF രൂപത്തിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 15ാമത്തെ ചോദ്യം, ഒളപ്പമണ്ണയുടെ നങ്ങേമക്കുട്ടി എന്ന കൃതി മലയാള സാഹിത്യത്തിലെ ഏത് വിഭാഗത്തിലാണ് പെടുന്നത്? ഉത്തരം ഖണ്ഡകാവ്യം. അതായത് ഒളപ്പമണ്ണയുടെ നങ്ങേമക്കുട്ടി എന്ന കൃതി മലയാള സാഹിത്യത്തിലെ ഒരു ഖണ്ഡകാവ്യം ആണ് എന്ന് ഓർത്തിരിക്കുക. നമ്പൂതിരി സമുദായത്തിലെ അന്തർജനങ്ങളുടെ ദുരിതപൂർണമായ ജീവിതവും അവർ അനുഭവിച്ച സാമൂഹിക അനാചാരങ്ങളും തുറന്നുകാട്ടിയ പ്രശസ്തമായ കവിതയാണിത്. ആരാണ് രചിച്ചിരിക്കുന്നത്? ഒളപ്പമണ്ണ. കൃതിയുടെ പേര് നങ്ങേമക്കുട്ടി. ഇതൊരു ഖണ്ഡകാവ്യമാണ്. നിങ്ങളെല്ലാവരും കാത്തിരുന്ന ഈ ഒരു വീഡിയോയിലെ ബോണസ് ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. എത്ര പേര് ഈ ഒരു വീഡിയോയിലെ ചോദ്യങ്ങൾ ശ്രദ്ധിച്ച് കേട്ടു എന്ന് നമുക്ക് നോക്കാം. ചോദ്യം ഇങ്ങനെയാണ്: ഏറ്റവും അവസാനം, അതായത് അവസാനമായി ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച മലയാളി ആരാണ്? ഈ വീഡിയോയിൽ തന്നെ നമ്മൾ പറഞ്ഞ ചോദ്യമാണ്. ആർക്കൊക്കെ ഓർമ്മയുണ്ട് എന്ന് നോക്കാം. ഉത്തരം അറിയുന്ന എല്ലാവരും കമന്റ് ബോക്സിൽ ഉത്തരം രേഖപ്പെടുത്തുക. ഉത്തരത്തിന്റെ കൂടെ നിങ്ങളുടെ പേര് നിർബന്ധമായും കൊടുത്തിരിക്കണം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ അവസാനം വരെ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമ്മൾ തൊട്ട് മുമ്പ് അപ്ലോഡ് ചെയ്ത വായനാദിന ക്വിസിന്റെ പാർട്ടുകൾ കാണാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ പോയിരുന്ന് കാണുക. അപ്പോൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ അവസാനം വരെ കണ്ടിരുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.